താഴ്ത്തങ്ങാടി പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളീയ വാസ്തു വിദ്യ വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും അതിൻ്റെ നിർമ്മാണ വൈഭവവും കാഴ്ചയിൽ തന്നെ വലിയ അത്ഭുതം തോന്നുന്നതാണ്. അപ്പോൾ പഴയ രാജാക്കന്മാരുടെ സഹകരണവും അൽഹംദുലില്ലാ നമ്മുടെ മാനവമൈത്രിയുടെ ഒരു കൂട്ടായ്മയും, മതമൈത്രി മാനവമൈത്രി എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന നിലയ്ക്കുള്ള ഒരു സാംസ്കാരിക ഇടം കൂടിയാണ് നമ്മുടെ താഴ്ത്തങ്ങാടി. അപ്പോൾ അൽഹംദുലില്ലാ ആ ഒരു ചുറ്റുപാടാണ് പൊതുവെ പഠനാർഹമായ നിലയിലാണ്. കാരണം പഴയ വാസ്തു എന്ന നിലയ്ക്ക് അത് നമ്മൾ നോക്കിയ പഴയ കാലത്തെ നിർമ്മാണങ്ങളെല്ലാം കണ്ടാൽ ഒരു അമ്പലത്തിൻ്റെ പ്രതീതിയാണ് വായു ഉണ്ടാവുന്നത്. അപ്പോൾ അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഴമയെ കൊണ്ട് പോകുന്നു എന്നതും ഒരു അത്ഭുതം. ആ പഴമയെ നിലനിർത്തുക എന്നുള്ളത് നിസ്സാര കാര്യമാണ്. ആ പഴമയെ നിലനിർത്തി അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇന്ന് പഠിക്കാൻ കോളേജുകളിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് എന്ന് പറയുന്നത്. താഴ്ത്തങ്ങാടി പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളീയ വാസ്തു വിദ്യ വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും അതിൻ്റെ നിർമ്മാണ വൈഭവവും കാഴ്ചയിൽ തന്നെ വലിയ അത്ഭുതം തോന്നുന്നതാണ്. അപ്പോൾ പഴയ രാജാക്കന്മാരുടെ സഹകരണവും അൽഹംദുലില്ലാ നമ്മുടെ മാനവമൈത്രിയുടെ ഒരു കൂട്ടായ്മയും, മതമൈത്രി മാനവമൈത്രി എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന നിലയ്ക്കുള്ള ഒരു സാംസ്കാരിക ഇടം കൂടിയാണ് നമ്മുടെ താഴ്ത്തങ്ങാടി. അപ്പോൾ അൽഹംദുലില്ലാ ആ ഒരു ചുറ്റുപാടാണ് പൊതുവെ പഠനാർഹമായ നിലയിലാണ്. കാരണം പഴയ വാസ്തു എന്ന നിലയ്ക്ക് അത് നമ്മൾ നോക്കിയ പഴയ കാലത്തെ നിർമ്മാണങ്ങളെല്ലാം കണ്ടാൽ ഒരു അമ്പലത്തിൻ്റെ പ്രതീതിയാണ് വായു ഉണ്ടാവുന്നത്. അപ്പോൾ അത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഴമയെ കൊണ്ട് പോകുന്നു എന്നതും ഒരു അത്ഭുതം. ആ പഴമയെ നിലനിർത്തുക എന്നുള്ളത് നിസ്സാര കാര്യമാണ്. ആ പഴമയെ നിലനിർത്തി അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇന്ന് പഠിക്കാൻ കോളേജുകളിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട്